ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഈ കഥയുടെ പേരാണ് നല്ല ഭക്ഷണങ്ങളുടെ മാന്ത്രിക ഉദ്യാനം. പണ്ട് കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സുഖപ്രദമായ ഒരു ചെറിയ ഗ്രാമത്തിൽ രവി എന്ന കൗതുകമുള്ള ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. രവിക്ക് ചുറ്റുമുള്ള ലോകം പര്യവേക്ഷണം ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് കച്ചവടക്കാർ പഴങ്ങളും പച്ചക്കറികളും എല്ലാത്തരം സ്വാദിഷ്ടമായ പലഹാരങ്ങളും വിൽക്കുന്ന വർണ്ണാഭമായ ചന്തകൾ പോലുള്ള സ്ഥലങ്ങൾ. ഒരു സുപ്രഭാതത്തിൽ രവിയുടെ മുത്തശ്ശി അമ്മ അവനെ ഒരു ചാറ്റിന് വിളിച്ചു കൂടെയിരുത്തി. രവി, അവർ പറഞ്ഞു, നമ്മുടെ വീട് ഒരു നിധി പെട്ടി പോലെയാണ്. പോഷകപ്രദമായ ആഹാരം കൊണ്ട് വയറു നിറയ്ക്കുന്നതുപോലെ നാം അതിനെ നല്ല വസ്തുക്കളാൽ നിറയ്ക്കണം. അമ്മൂമ്മ തുടരുന്നത് രവി ശ്രദ്ധയോടെ കേട്ടു. നമ്മുടെ വീട് ഒരു മാന്ത്രിക ഉദ്യാനമായി സങ്കൽപ്പിക്കുക. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സത്യസന്ധതയുടെയും വിത്തുകൾ നാം നടുമ്പോൾ മനോഹരമായ പൂക്കൾ ഇവിടെ വിരിയുന്നു. എന്നാൽ അലസത, അത്യാഗ്രഹം, ദുർവ്യയം എന്നിവയുടെ കളകൾ വളരാൻ അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ പൂന്തോട്ടം ശൂന്യമാകും. കൂടുതൽ പഠിക്കാനുള്ള ആകാംക്ഷയോടെ രവി തലയാട്ടി. ഭക്ഷണത്തിന്റെ കാര്യമോ അമ്മേ, അവൻ ചോദിച്ചു. അമ്മൂമ്മ ചിരിച്ചു. ഓ, ഭക്ഷണം! ഇത് നമ്മുടെ ശരീരത്തിന് സൂര്യപ്രകാശം പോലെയാണ്. നാം വിവേകത്തോടെ തിരഞ്ഞെടുക്കണം. നമ്മുടെ കലവറയിൽ പുതിയ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ നിറയ്ക്കാം. ഇവയാണ് നമ്മെ ആരോഗ്യകരവും ശക്തവുമാക്കുന്ന മാന്ത്രിക ചേരുവകൾ. രവിയുടെ കണ്ണുകൾ തിളങ്ങി. എന്നാൽ പഞ്ചസാര കലർന്ന മിഠായികളുടെയും ക്രിസ്പി ചിപ്സിന്റെയും കാര്യമോ അമ്മേ, അമ്മൂമ്മ ഒന്ന് ചിരിച്ചു. അവർ വികൃതികളായ യക്ഷികളെപ്പോലെയാണ്. അവ കഴിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ആസ്വദിച്ചേക്കാം. എന്നാൽ അവയിൽ പലതരം പ്രശ്നമുണ്ടാക്കിയേക്കാം. നമുക്ക് അവ വല്ലപ്പോഴും ആസ്വദിക്കാം. എന്നാൽ നമ്മുടെ പ്രധാന വിരുന്ന് ആരോഗ്യകരമായ ഭക്ഷണങ്ങളായിരിക്കണം. അന്നുമുതൽ രവി അവരുടെ വീട്ടിലെ മാന്ത്രിക ഉദ്യാനത്തിന്റെ കാവൽക്കാരനായി. വർണ്ണാഭമായ പഴങ്ങൾ, ഇലക്കറികൾ, ഹൃദ്യമായ ധാന്യങ്ങൾ എന്നിവ അടുക്കളയിൽ സംഭരിക്കാൻ അദ്ദേഹം മുത്തശ്ശി അമ്മയെ സഹായിച്ചു. ഓരോ മധുരപലഹാരത്തിൽ പ്രലോഭനം തോന്നിയപ്പോഴെല്ലാം അമ്മൂമ്മയുടെ വാക്കുകൾ അവൻ ഓർത്തു. എന്റെ ആഹാരത്തെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. ഒരു മഴയുള്ള ഉച്ചതിരിഞ്ഞ് രവിയുടെ സുഹൃത്ത് കിരൺ അവിടം സന്ദർശിച്ചു. കിരണിന് മധുരപലഹാരങ്ങൾ ഇഷ്ടമായിരുന്നു. പലപ്പോഴും സ്വന്തം വീട്ടിൽ നിന്ന് കുക്കികൾ ഒളിച്ചെടുത്തു തിന്നുമായിരുന്നു. രവി കിരണിനെ അവരുടെ മാന്ത്രിക ഉദ്യാനം പര്യവേക്ഷണം ചെയ്യാൻ ക്ഷണിച്ചു. പാൻട്രി തുറന്നപ്പോൾ രവി പഴങ്ങളിലേക്കും പച്ചക്കറികളിലേക്കും വിരൽ ചൂണ്ടി. ഇവ ഞങ്ങളുടെ നിധികളാണ്, അവൻ പറഞ്ഞു. അവർ ഞങ്ങളെ ശക്തരും സന്തോഷമുള്ളവരും ആകുന്നു. കിരണിന്റെ കണ്ണുകൾ വിടർന്നു. ഞങ്ങളുടെ വീട്ടിൽ അത്തരം നിധികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം സമ്മതിച്ചു. രവി ചിരിച്ചു. എന്തുകൊണ്ടാണ് കിരൺ നിങ്ങളുടെ സ്വന്തം മാന്ത്രിക ഉദ്യാനം ആരംഭിക്കാത്തത്? നല്ല ഭക്ഷണങ്ങൾ കൊണ്ട് നിറയ്ക്കുക, അത് എത്ര അത്ഭുതകരമാണെന്ന് നിങ്ങൾ കാണും. അങ്ങനെ കിരൺ സ്വന്തം യാത്ര തുടങ്ങി. അവൻ ജിജ്ഞാസയുടെ വിത്തുകൾ പാകി. താമസിയാതെ അവന്റെ വീട് വർണ്ണാഭമായ ഭക്ഷണങ്ങളാൽ പൂത്തു. നല്ല തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തെ കൂടുതൽ മാന്ത്രികമാക്കുന്നുവെന്ന് കിരൺ മനസ്സിലാക്കി. രവിയുടെയും കിരണിന്റെയും ഈ കഥയുടെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ വീട് നല്ല ഭക്ഷണങ്ങളാൽ നിറയ്ക്കുക. നിങ്ങളുടെ ശരീരം പോലെ മനസ്സും സന്തോഷം കൊണ്ട് തഴച്ചു വളരും. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. നിങ്ങൾ നിങ്ങളുമൊത്തുള്ള സമയം ആസ്വദിച്ചെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംസ് അപ്പ് നൽകുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക. നമുക്ക് കഥപറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ കഥകൾ ജീവസ്സുറ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ.